നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയെക്കുറിച്ച് ലോകരാജ്യങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുകയാണ് നമ്മുടെ ഡെലിഗേഷനുകൾ. നമ്മുടെ പാർലമെൻ്ററി ഡെലിഗേഷനുകളാണ്, ഓൾ പാർട്ടി ഡെലിഗേഷനുകളാണ്. അതായത് ഭരണകക്ഷിയിൽപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങൾ മാത്രമല്ല, പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട നേതാക്കളും പ്രഗത്ഭരായ ആളുകളുമെല്ലാം ചേർന്ന് പല ഡെലിഗേഷനുകൾ ഉണ്ടാക്കി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പല പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും അവർ നമ്മുടെ സൈനിക നടപടിയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ അംഗീകരിക്കാത്ത പല രാജ്യങ്ങളും, നേരത്തെ കൊളംബിയ അതിനൊരു ഉദാഹരണമാണ്, ഈ വിശദീകരണത്തിന് ശേഷം അവരുടെ നിലപാട് മാറ്റുകയും ഇന്ത്യക്ക് പിന്തുണ അറിയിക്കുകയും ഒക്കെ ചെയ്തത് ഇന്ത്യൻ ഡെലിഗേഷൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ലോകത്തെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ആ ഉദ്യമത്തിൻ്റെ വിജയമായി കണക്കാക്കപ്പെടുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും പാകിസ്ഥാൻ്റെ ഈ തീവ്രവാദത്തോടുള്ള വല്ലാത്ത അഭിനിവേശത്തെക്കുറിച്ചും പാകിസ്ഥാൻ്റെ ഈ ചതിയെക്കുറിച്ചുമെല്ലാം, നിരപരാധികളെ കൊന്നൊടുക്കുന്ന പാകിസ്ഥാൻ്റെ ചതിയെക്കുറിച്ചുമെല്ലാം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നിർണായകമായ പ്രസ്താവനകൾ നടത്തുന്നത് ഭരണകക്ഷിയിൽപ്പെട്ട അല്ലെങ്കിൽ BJP-യിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, പ്രതിപക്ഷാംഗങ്ങൾ കൂടിയാണ്. ശശി തരൂരും അതുപോലെ തന്നെ OIC-യും എല്ലാം ഇത്തരത്തിൽ പാകിസ്ഥാനെ കണക്കിന് കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴിതാ അഭിഷേക് ബാനർജി, തൃണമൂൽ കോൺഗ്രസിൻ്റെ അഭിഷേക് ബാനർജി മലേഷ്യയിൽ നടത്തിയ പ്രസ്താവനയാണ്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഓരോ രാജ്യത്ത് പോയിട്ടും ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്, ഇന്ത്യയുമായി ഭീകരവാദം സംസാരിക്കണമെങ്കിൽ ഭീകരവാദം സംസാരിക്കാം, കശ്മീർ വിഷയം സംസാരിക്കണമെങ്കിൽ അത് സംസാരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് ജലം എങ്ങനെയെങ്കിലും തന്നേ പറ്റൂ എന്നൊരു നിലപാടാണ്, ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാട് ആവർത്തിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ യുവ രാഷ്ട്രീയ നേതാവ് അഭിഷേക് ബാനർജി ശക്തമായ നിലപാടെടുത്തിരിക്കുന്നത്. പാകിസ്ഥാനുമായി അടുത്ത തവണ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ അധീന കശ്മീർ, നിയമവിരുദ്ധമായി പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന കശ്മീരിൻ്റെ ഭാഗം തിരിച്ചു തരുന്നതിനെക്കുറിച്ച് മാത്രമായിരിക്കും. അല്ലാതെ മറ്റൊരു കാര്യവും ഞങ്ങൾക്ക് പാകിസ്ഥാനുമായി സംസാരിക്കാനില്ല എന്ന കൃത്യമായ മറുപടിയാണ് ഭാരതത്തിലെ പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മലേഷ്യയിൽ പോയി പറഞ്ഞിരിക്കുന്നത്. അതായത് രാജ്യത്തിനെതിരെ, ഭാരതത്തിനെതിരെ പാകിസ്ഥാൻ്റെ ഓരോ തന്ത്രങ്ങളും പൊളിച്ചടുക്കുകയാണ് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയ നേതൃനിരയിലെ നേതാക്കന്മാർ. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ, മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ചില കൃത്രിമങ്ങൾ ഇതിനിടയിൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം അത് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ രാജ്യവിരുദ്ധ ശക്തികൾക്ക് എതിരായി നിൽക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളി സംഘടനകൾ ദുബായിൽ കാട്ടിക്കൂട്ടുന്നതൊക്കെ കേൾക്കുമ്പോൾ നാണക്കേട് കൊണ്ട് തല ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തത്. ഇവന്മാരെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത് അഭിഷേക് ബാനർജിയെ പോലുള്ളവരെ കാണുമ്പോഴാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഈ മലയാളി സംഘടനയായ ക്യൂബ അണ്ണന്മാർ പാകിസ്ഥാന് സ്വീകരണം കൊടുത്ത ഹോളാണ്. ഇതിന് മുന്നിലൂടെ നമ്മൾ ഇതിനകത്തേക്ക് കടക്കുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഇതിനകത്ത് നമ്മൾ കയറണമോ എന്നത്. പാകിസ്ഥാൻ ഓഡിറ്റോറിയം എന്നാണ് എഴുതിയിരിക്കുന്നത്. പാകിസ്ഥാൻ അസോസിയേഷൻ്റെ വകയാണ്. പാകിസ്ഥാൻ എംബസിക്ക് കാര്യമായി സ്വാധീനമുള്ള മേഖലയാണ്. ഇവിടെ ഒരു പരിപാടി നടത്താനായി നിശ്ചയിക്കുമ്പോൾ, ഇവിടെ ഒരു പരിപാടി നടത്താനായി തീരുമാനിക്കുമ്പോൾ സംഘാടകർക്ക് തീർച്ചയായിട്ടും ഒരറപ്പ് വേണമായിരുന്നു. പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി മുണ്ടെടുത്ത് ചെണ്ടയും കൊണ്ട് കയറിപ്പോയ മലയാളികൾക്കിടെ മനസ്സിൽ ഒരറപ്പ് വേണമായിരുന്നു. ആ അറപ്പ് ഉണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. എന്നിട്ട് വലിയ വിശദീകരണങ്ങളുമായി ഇപ്പോൾ രംഗത്തേക്ക് വരികയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഓഡിറ്റോറിയത്തിൻ്റെ മുൻവശം കാണുന്നവർ ഇതിനകത്ത് കയറിയിട്ടുണ്ട് എങ്കിൽ, ഒരു കൂസലുമില്ലാതെ ഇതിനകത്ത് കയറിയിട്ടുണ്ട് എങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ പോലെയുള്ള അല്ലെങ്കിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണമെന്നും ഇവരുടെ ഒന്നും മനസ്സിൽ ഒരു മുറിവും ഒരടയാളവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.